ദക്ഷ യെസ്. രചന ഏക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ സിദ്ധുവിന്റെ കാർ തന്റെ എതിരെ വരുന്ന അവൾ ദൂരെ നിന്ന് തന്നെ കണ്ടു. തന്നെ അന്വേഷിച്ചുള്ള വരവാണെന്ന് അവൾക്ക് അപ്പോഴേ മനസ്സിലായി. മാളുവിന്റെ കാർ അവനെ പാസ് ചെയ്തു പോയതും സിദ്ധാർത്ഥ് വണ്ടി തിരിച്ച് അവൾക്ക് പുറകെ വിട്ടു. മാളു വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്തപ്പോഴേക്കും തൊട്ടുപിറകെ അവനും എത്തി. അവനെ കണ്ടത് അവളൊന്ന് ചിരിച്ചെങ്കിലും അവന്റെ മുഖം കടന്നലൂത്തിയ പോലെ വീർത്തിരിപ്പുണ്ട്. താൻ കവലിയൂർക്ക് പോയത് അവനൊട്ടും പിടിച്ചിട്ടില്ലെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അവൾ അവനെ ദയനീയമായി നോക്കി. അപ്പോഴേക്കും ശബ്ദം കേട്ട് മാധവന് പുറത്തെത്തി. നീ ഇങ്ങ് വന്നോ കുട്ടിയെ? കാണാതായപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. വിളിച്ചു നോക്കാനും വഴിയില്ലല്ലോ. ഫോൺ ഇവിടെ വച്ചല്ലേ നീ പോയത്. എന്തായാലും അപകടമൊന്നും പറ്റാതെ സുരക്ഷിതനായിട്ട് വീട്ടിൽ വന്നല്ലോ. മാധവൻ ആശ്വാസത്തോടെ അവളെ നോക്കി. അവള് സുരക്ഷിതമായിട്ട് തന്നെ വീട്ടിൽ വന്നെന്ന് അവള് പറയട്ടെ. സിദ്ധാർത്ഥ് ഗൗരവത്തോടെ അവൾ നോക്കി മാധവനോട് പറഞ്ഞു. അത് കേട്ടതും മാളൊന്ന് പതറി. ഒന്നും മിണ്ടാതെ അവൾ തലതാഴ്ത്തി നിന്നു. എന്ത്? ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ? നീ കവലിയൂര് പോയി തിരിച്ചിവിടെ വരെ വരുന്നതിനിടയിൽ നിന്നെ ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും നിനക്ക്? സിദ്ധാർത്ഥ അവൾ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനെയും നോക്കിയതല്ലാതെ അവളതിന് മറുപടിയൊന്നും നൽകിയില്ല. അത് കണ്ടതും മാധവന്റെ ഉള്ളൊന്ന് കാളി. അയാൾ മാളുവിനരികിൽ വന്ന് അവളുടെ മുഖം തന്റെ കൈകൾ കൊണ്ട് പിടിച്ചുയർത്തി. സത്യം പറ മോളെ, നിന്നെ ആരെങ്കിലും കണ്ടോ? അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. കണ്ടു. അവൾ രണ്ടുപേരെയും നോക്കി. പതിയെ പറഞ്ഞു. മാധവൻ ഞെട്ടി പുറകോട്ട് നിന്നു. രണ്ടുപേരും അവൾ തന്നെ സൂക്ഷിച്ചു നോക്കി. മാളു നടന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേരോടും പറഞ്ഞു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നത്. കെവിന്റെ അന്വേഷണ പരിധിയുള്ള സ്ഥലമാണത്. ഏത് സമയം അവിടെ കടന്നു വരും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് അവന്റെ മുമ്പിൽ ചെന്ന് പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സിദ്ധാർത്ഥിന് ദേഷ്യം ഇരച്ചു കയറി. ഇനിയിപ്പോൾ അവൾ പറഞ്ഞിട്ടെന്താ കാര്യം? തൽക്കാലം അവന്റെ കൈപ്പെടാതെ രക്ഷപ്പെട്ടില്ലേ? നമുക്ക് അതോർത്ത് സമാധാനിക്കാം. മാധവൻ സിദ്ധുവിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും പറയണ്ട. അത് കെവിനാ. എന്തെങ്കിലും ചെറിയ സംശയം മതി, അവനത് ചെകഞ്ഞ് കണ്ടുപിടിക്കും. ഒരു നെരിപ്പോട് കിട്ടിയാൽ അത് ഊതിപ്പെരിപ്പിച്ച് കാട്ടുതീ ഉണ്ടാക്കുന്ന മുതലാത്. അവനിവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അധികം വൈകാതെ കെവിൻ മാളുവിന്റെ അരികിലെത്തും. അതിലൊരു സംശയം വേണ്ട. അത് എനിക്കും അറിയാം സിദ്ധു. അവൻ എൻ്റെ പുറകെ തന്നെയുണ്ടെന്ന്. ഇന്ന് എന്നെ കണ്ടാലും കണ്ടില്ലെങ്കിലും അവൻ അധികം വൈകാതെ എൻ്റെ മുമ്പിലെത്തും. അത് ഉറപ്പിച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഓരോ ചുവടും വയ്ക്കുന്നത്. അവനെൻ്റെ അരികിലെത്തുമ്പോഴേക്കും ഞാൻ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കും. അതിനി ഒരു മാറ്റവും ഇല്ല. ഇന്ന് തൊട്ട് അതിനുള്ള കരുക്കൾ ഞാൻ നീക്കി തുടങ്ങിയാണ്. ഉള്ളിൽ ചില കണക്കൂട്ടലിലൂടെ മാളു പറഞ്ഞു. ഡാഡി കഴിക്കാൻ എടുത്തു വെക്ക്, ഞാനത് ഫ്രഷായി വേഗം വരാം, നല്ല വിശപ്പുണ്ട് എന്നും പറഞ്ഞവൾ രണ്ടുപേരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. പാവം കുട്ടി, അതിൻ്റെ ഉള്ളിപ്പോൾ പോവുകയാ. നല്ല വിഷമമുണ്ട് അതിന്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് അവള്. മാധവൻ അവൾ പോയ വഴിയെ നോക്കി നെടുവീർപ്പെട്ടു. ഇങ്ങനെ പേടിച്ചിട്ടൊരു കാര്യമില്ലെങ്കിൽ ഈ സമയത്ത് അവൾക്ക് നല്ല ധൈര്യം വേണ്ടത്. നമുക്ക് മുമ്പിൽ ഇനി അധികം സമയമില്ല. ഇവിടെ അവൾ തോറ്റുപോയാൽ തോൽക്കുന്നത് അവൾ മാത്രമല്ല, എൻ്റെ തെച്ചുകൂടിയാ. അത് ഞാൻ സമ്മതിക്കില്ല. അവൾ വിജയത്തിലെത്തണം. എന്നാലേ എൻ്റെ ദക്ഷയ്ക്ക് സന്തോഷമാവുകയുള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്തൊന്നും വെറുതെ ആയിക്കൂടാ. അവളിൽ വാശി കയറ്റണം. അതിനി അവളോട് കുറച്ച് പരുക്കനായി പെരുമാറണമെങ്കിൽ അതും ഞാൻ ചെയ്യും. സിദ്ധാർത്ഥ് മാധവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. അവൻ പറയുന്നതന്നെയാണ് ശരിയെന്ന് മാധവനും അറിയാം. അവള് തളരാൻ വിടാതെ ഇടവും വലവും അവൾക്ക് താങ്ങായിട്ട് നമ്മളില്ലേടാ. ഒന്നുകൊണ്ടും പേടിക്കേണ്ട സിദ്ധു. അവള് വിജയിക്കും, അതെനിക്ക് ഉറപ്പാ. മാധവന്റെ വാക്കുകളൊന്നും സിദ്ധുവിന്റെ ഉള്ളം തണുപ്പിക്കാനായില്ലെങ്കിലും അവൻ പുറമേ അതൊന്നും കാണിക്കാതെ മാധവനെ നോക്കിയും ചിരിച്ച് അകത്തേക്ക് പോയി. അവര് പോയ വഴിയെ നെടുവീർപ്പെട്ടുകൊണ്ട് മാധവനും അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. ഷിബു വീട്ടിലെത്തുമ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ കെവിനും ഫൈസലും നിൽപ്പുണ്ടായിരുന്നു. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ മുഖത്തൊരു പുഞ്ചിരി വരുത്തി അയാൾ ഓട്ടോയിൽ നിന്നിറങ്ങി അവിടെ അടുത്തേക്ക് നടന്നു. താൻ അതിരാവിലെ തന്നെ ഇത് എവിടെ പോയതായിരുന്നു? അവന്റെ വരവ് കണ്ടതും ഫൈസൽ ചോദിച്ചു. ഒരു ഹോസ്പിറ്റൽ ട്രിപ്പ് ഉണ്ടായിരുന്നു സാറേ, പെട്ടെന്ന് ചെല്ലേണ്ടോണ്ട് വിളിച്ചുകൊണ്ടും പുറപ്പെട്ടു. അവർ ഹോസ്പിറ്റലിലാക്കി തിരികെ വരുന്ന വഴിയാ. ഷിബു ഏറെ വിനയത്തോടെ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി തന്നെ മറുപടി പറയണം. കെവിൻ ഗൗരവത്തോടെ അവനെ നോക്കി. അത് കേട്ടതും ഷിബു ഒന്ന് പതറി. ഇനി ഇവരെങ്ങാനും എല്ലാം അറിഞ്ഞോ? അയാൾ സ്വയം ചോദിച്ചു. എന്താ സാറ് പറഞ്ഞ് കേട്ടില്ലെന്നുണ്ടോ? നിനക്ക് ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം. പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ഫൈസൽ കൈ തിരുമ്മിക്കൊണ്ട് ഷിബുവിനെ നോക്കി. സാറന്മാർ എന്തുവാണെങ്കിലും എന്നോട് ചോദിച്ചോളൂ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അമ്മാളു എന്ന കാർത്തിക് അവസാന ദിവസങ്ങൾ താമസിച്ചത് നിങ്ങളുടെ കൂടെയല്ലേ? ആ സമയത്ത് ആ കുട്ടിക്ക് വല്ല അസ്വാഭാവികതയും തോന്നിയിരുന്നോ? ഐ മീൻ ആത്മഹത്യാ ടെൻഡൻസി അങ്ങനെ വല്ലതും പ്രകടിപ്പിച്ചിരുന്നോ? കെവിന്റെ ചോദ്യം കേട്ട് ഷിബു ഒന്ന് ആലോചിച്ചു. അധികാരോടും സംസാരിക്കില്ല സർ. കഴിക്കാൻ കൊടുത്താൽ അതും കഴിക്കില്ല. എപ്പോഴും ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കും. പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ പോലും കൂട്ടാക്കില്ല. അച്ഛനും അമ്മയും പോയതല്ലേ, അതിൻ്റെ വിഷമം കാണും. ഞങ്ങൾ അവൾ ഒന്നിനും നിർബന്ധിച്ചുമില്ല. അവളുടെ ആഗ്രഹം പോലെ അവൾ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുന്നു
ഞങ്ങൾ ആരും വിചാരിച്ചില്ല സാറേ. ഷിബു സങ്കടത്തോടെ കെവിനെ നോക്കി. ബോഡി ആരാ ആദ്യം തിരിച്ചറിഞ്ഞ്? അപ്പോഴേക്കും കെവിൻ്റെ അടുത്ത ചോദ്യം വന്നു. ഞാൻ തന്നെയാണ് സാർ. മരണപ്പെട്ടത് അമ്മാള് തന്നെയാണ് താങ്കൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചതഞ്ഞറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സാർ. പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായിരുന്നു. ആഹാ, എന്നിട്ടും നിങ്ങളത് കാർത്തികയുടേതാണെന്ന് ഉറപ്പിച്ചോ? ഇത്തവണ സംശയം ഉന്നയിച്ച ഫൈസലാണ്. അതിന് ചില ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു സാർ. അന്ന് അവൾ ധരിച്ചിരുന്ന വസ്ത്രം, ആഭരണം, ചെരുപ്പ് എല്ലാം നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് ഞങ്ങളുടെ മാളൂട്ടി തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച്. ഓഹോ, അപ്പോൾ വസ്ത്രവും ആഭരണവും കണ്ടാണ് അത് കാർത്തിക മുരളീധരന്റെ ബോഡിയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അല്ലേ? കെവിൻ ഷിബുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അയാൾ അതേ നേരത്തിൽ തലയാട്ടി. മരിച്ചുപോയ മുരളീധരൻ മാഷിന്റെയോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയോ ബന്ധുക്കളെ നിങ്ങൾക്കറിയാമോ? അവരിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? മാഷി നാട്ടിൽ വരുന്ന ഇവിടുത്തെ സ്കൂളിൽ ജോലി കിട്ടിയിട്ടാ. അന്ന് ഭാര്യ ഇന്ദിര ചേച്ചി ഗർഭിണിയായിരുന്നു. അന്ന് തൊട്ട് ഈ നാട്ടുകാരും തന്നെയാണ് അവരുടെ ബന്ധുക്കൾ. അവരന്വേഷിച്ച് ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. അവരുടെ മരണത്തിൽ പോലും ആരും പങ്കുചേർന്നിട്ടില്ല. എവിടെയാണെന്ന് വെച്ചാൽ അറിയിക്കുക. പത്രത്തിലൊക്കെ വാർത്ത വന്നിരുന്നു. അത് തിരിച്ചറിഞ്ഞിട്ട് പോലും ആരും അന്വേഷിച്ച് വന്നിട്ടില്ല. അപ്പം അയാൾ എവിടുത്തുകാരനാണെന്നും ബന്ധുക്കൾ ആരൊക്കെയാണെന്നും ആർക്കും അറിയില്ല അല്ലേ? കെവിൻ തലതടവിക്കൊണ്ട് ഒരു എത്തും പിടിയും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവന്റെ ചിന്ത മുഴുവൻ അപ്പോഴും നേരത്തെ കണ്ട ആ പെൺകുട്ടിയിലാണ്. മാഷുമായിട്ട് എന്ത് ബന്ധമാണ് അവൾക്കുള്ളത്? ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും കെവിന്റെ മനസ്സിൽ പുകഞ്ഞു തുടങ്ങി. ഷിബുവിനെ ചോദ്യം ചെയ്തതിനു ശേഷം അവർ ലിസ്റ്റിലുള്ള അടുത്ത ആളെ തേടി പോയി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കെവിൻ ഒന്നുകൂടി അന്വേഷണം ശക്തമാക്കി. ലിസ്റ്റിലുള്ള കുറച്ചുപേരെ അവർ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു. എന്നിട്ടും കാര്യമായ തുമ്പൊന്നും കെവിന് നാട്ടുകാരിൽ നിന്നും കിട്ടിയില്ല. പിന്നീട് കെവിൻ നേരെ പോയത് മുരളി മാഷ് പഠിപ്പിച്ച സ്കൂളിലേക്കാണ്. അവിടെ തന്നെയാണ് കാർത്തികയും പഠിച്ചത്. അവിടെ പോയി റെക്കോർഡിൽ നിന്ന് മുരളി മാഷിന്റെ യഥാർത്ഥ അഡ്രസ്സ് അപ്പിയെടുത്ത് നേരെ അങ്ങോട്ട് വിട്ടു. മുരളി മാഷിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല. സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമുണ്ട്. ടിവിയിലൂടെയും മറ്റവർ വാർത്ത മുമ്പേ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നാട് വിട്ടുപോയ ഒരുത്തിന് അന്നേ പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് ആരും അതിന് പിറകെ നടന്നില്ല. ബന്ധം പറഞ്ഞു പോയാൽ സ്വത്ത് കാർത്തിക കൂടി പങ്കിട്ട് കൊടുക്കേണ്ടി വരുമോ എന്നൊരു ഭയം അന്ന് അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ദിരാദേവിയുടെ വീട്ടിലെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അങ്ങനെ ഒരു ബന്ധം തന്നെ അവിടെയുള്ളവർക്കില്ല എന്ന മട്ടിലാണ് അവരുടെ സംസാരം. മരിച്ചിട്ട് പോലും ആരുടെയും പകയും വിദ്വേഷമൊന്നും അവസാനിച്ചില്ലെന്ന് കെവിന് ആ നിമിഷം ബോധ്യപ്പെട്ടു. എല്ലാം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ കെവിൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവരുമായി ഒരു തരത്തിലുള്ള ബന്ധവും മാധവനില്ല. പിന്നെ എങ്ങനെ രണ്ടു മക്കൾ ഒരുപോലെ വന്നു എന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അന്നത്തെ അന്വേഷണമെല്ലാം അവസാനിപ്പിച്ച് വീടണയുമ്പോൾ നേരെ വൈകിയിരുന്നു. കുളിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ അവൻ നേരെ കയറി കിടന്നു. ഇന്ന് നടന്ന എല്ലാ സംഭവങ്ങളും മനസ്സിലേക്ക് ഒന്നുകൂടി ആവാഹിച്ച് രാവിലെ കണ്ട പർദ്ദക്കാരിൽ അവനെ മനസ്സുടക്കി. പിന്നീട് അവളെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. മലനീർന്ന് മീശ പിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ചവൻ പെട്ടെന്ന് എന്തോ കിട്ടിയ പോലെ ചാടി എഴുന്നേറ്റു. ഷെൽഫിലെന്തോ പരതി. അന്വേഷിച്ച കാര്യം കിട്ടിയത് അവൻ്റെ മുഖം തെളിഞ്ഞു. അതൊരു മെമ്മറി കാർഡായിരുന്നു. അതെടുത്ത് സിസ്റ്റത്തിലിട്ട് അവൻ പ്ലേ ചെയ്തു. അന്ന് കോടതി മുറ്റത്തുള്ള CCTV ദൃശ്യങ്ങളായിരുന്നു അതിൽ. ആ വീഡിയോ അവൻ പലതവണ കണ്ടു നോക്കി. പെട്ടെന്ന് അവൻ എന്തോ കണ്ട് അതിലേക്ക് സൂക്ഷിച്ച് നോക്കി. പെട്ടെന്ന് അവൻ്റെ മുഖം വിടർന്നു. കണ്ണുകൾ തിളങ്ങി. മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവൻ അവിടുന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ഫൈസലിനെ വിളിച്ചു. ഫൈസലേ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നാളെ രാവിലെ തന്നെ ഹൈദരാബാദ് വരെ ഒന്ന് പോകും. വിശദമായിട്ട് തന്നെ നിന്നോട് പറയാം. തൽക്കാലം നീ നമ്മുടെ കേസിൽ ശ്രദ്ധിക്കണം. ഞാൻ വരുന്നവരെ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ കേസുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾക്ക് പുറത്തു പോയതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ഞാൻ നിന്റെ ഫോണിലൂടെ അറിയിച്ചോളാം എന്ന് മാത്രം പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് പോലും കാത്തിൽക്കാതെ കെവിൻ കോൾ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ഹൈദരാബാദിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ശേഷം കൊണ്ടുപോകാനുള്ള ഡ്രസ്സും പാക്ക് ചെയ്തിട്ടാണ് അവൻ ഉറങ്ങാൻ കിടന്നത്. രാവിലെ തന്നെ ഇനി ഹൈദരാബാദിലേക്ക് തിരിക്കണമെന്ന ലക്ഷ്യത്തോടെ അവൻ ഉറക്കിലേക്ക് വീണു. മാളു രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലെത്തിയതും നോക്കി തീർക്കാനുള്ള കുറച്ച് ഫയലുകൾ എടുത്ത് നോക്കാൻ തുടങ്ങി. അവൾക്ക് ഇനിയും ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. ഇനി സമയം അധികമില്ല. ഏത് നിമിഷവും തൻ്റെ ഈ പദവി തന്നിൽ നിന്ന് നഷ്ടപ്പെടും. അതിനുമുമ്പ് തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം. കുറച്ച് സമയം ഫയൽ നോക്കിയപ്പോൾ തന്നെ ഉറക്കവളെ മാടി വിളിക്കാൻ തുടങ്ങി. മുമ്പിലുള്ള ഫയൽ അടച്ചു വെച്ച് നേരെ ബെഡിലേക്കിരുന്നു. ടേബിളിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും ദക്ഷയുടെയും ഫോട്ടോ എടുത്ത് അതിലേക്ക് അവൾ കുറച്ച് സമയം നോക്കിയിരുന്നു. എന്നിട്ട് അതെടുത്ത് ഭദ്രമായ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചു. തൊട്ടടുത്ത് തന്നെയുള്ള അർജുൻ അവൾക്ക് നൽകിയ സിം കാർഡ് എടുത്ത് ഫോണിലിട്ട് അവൾ അർജുനെ വിളിച്ചു. കയ്യിലൊരു പെഗുമായി ടെറസിലിരുന്ന് കാറ്റ് കൊള്ളുകയായിരുന്നു അർജുൻ. അപ്പോഴാണ് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത്. ദക്ഷയുടെ നമ്പർ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അപ്പം മേഡത്തിന് ഇങ്ങോട്ട് വിളിക്കാന്നൊക്കെ അറിയാം. അവനൊരു ചെറിയ ചിരിയോടെ ഫോൺ എടുത്തു. ഹലോ മാം, ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. സംസാരത്തിൽ ചെറിയൊരു മധുരം കലർത്തി അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷ മുളപൊട്ടി. ചുറ്റും അനുരാഗത്തിൻ്റെ ഗന്ധം പരക്കാൻ തുടങ്ങി. ഞാൻ മേഡത്തിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് ബാങ്കിലേക്ക് വിളിച്ച നമ്പർ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്.
രഹസ്യമായിട്ടുള്ള അന്വേഷണം ആയതുകൊണ്ട് ഇതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. ആഹാ, ഇതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ. എന്നിട്ട് ആ നമ്പർ നിങ്ങൾ ട്രേസ് ചെയ്തോ? ശബ്ദത്തിലൊരു മാറ്റം വരുത്താൻ അവൾ ചോദിച്ചു. അവിടെയല്ലേ ടിസ്റ്റ്. ഞങ്ങൾ ആ നമ്പറിന്റെ ഉറവിടം അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു പ്രായമായ സ്ത്രീയുടെ പേരിലാണ് ആ സിം കാർഡ്. ഈ കേസിൽ യാതൊരു തരത്തിലുള്ള ബന്ധം അവർക്ക് ഉണ്ടാകാൻ വഴിയില്ല. ഒന്ന് ചോദ്യം ചെയ്താൽ പേടിച്ച് ബോധം പോകുന്ന ടൈപ്പ്. കൂടെ അവരുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ത്രാണിയൊന്നും അവർക്കില്ല. അത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഇത് അവരുടെ പേര് വെച്ച് സിം കാർഡ് എടുത്ത് ആരോ കളിച്ചതാ. ആ, അങ്ങനെയാവും തന്നെ ആയിരിക്കും കൂടുതൽ സാധ്യത. എന്തായാലും ആ വഴിക്ക് ഇനി അന്വേഷിക്കേണ്ട. നമ്പർ എനിക്ക് അയച്ചേക്ക്, ഞാനും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ. ഇപ്പം തന്നെ അയക്കാം മാം എന്നും പറഞ്ഞ വാട്സാപ്പിൽ നമ്പർ അയച്ചു കൊടുത്തു. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ തന്നെ വിളിക്കാമെന്നും പറഞ്ഞവൾ അപ്പോൾ തന്നെ ഫോൺ കട്ടാക്കി. ഫോൺ ടേബിളിൽ വെച്ച് അവൾ ബെഡിലേക്ക് കിടന്നു. ചിന്ത മുഴുവൻ അർജുൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അവരും ശരിയായ ട്രാക്കിൽ തന്നെയാണിപ്പോൾ. ഒരു ചെറിയ സംശയം പോലും ആർക്കും വന്നുകൂടാ. അത് തൻ്റെ പദ്ധതിയെ പാടെ തകർക്കും. അവൾ ഓരോന്ന് ആലോചിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ കെവിൻ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഫൈസൽ ഉറക്കമുണർന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. അവൻ ഉറക്കച്ചടവോടെ ഫോൺ എടുത്തോട്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. നീ ഇതുവരെ എഴുന്നേറ്റില്ല ഫൈസലേ? ഞാനിവിടെ എയർപോർട്ടിലെത്തി. ഹൈദരാബാദിലേക്ക് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ്റെ ശബ്ദം കേട്ട് കെവിൻ ചോദിച്ചു. സാറ് ഫ്ലൈറ്റിലാണോ പോകുന്നത്? അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആശ്ചര്യത്തോടെ ചോദിച്ചു. അതേടാ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ തിരിച്ചെത്താൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അവിടെയുള്ള ജോലി തീർത്ത് തിരിച്ചു വരണം. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ സാർ? ഫൈസൽ സംശയത്തോടെ ചോദിച്ചു. ദക്ഷാമയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അന്ന് ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ ചിലരെ കാണാൻ ശ്രമിച്ചെങ്കിലും അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. മാധവൻ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫാമിലി, അതുപോലെ മാധവൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ, ഇവരെ കൂടി ഒന്ന് നേരിൽ കാണും. ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. അവരെ ഒന്ന് നേരിൽ കണ്ട് സംസാരിച്ചാൽ ഉടനെ ഞാൻ തിരിച്ചെത്തും. അതുവരെ ഞാൻ കേരളത്തിലില്ലാത്ത മറ്റൊരാളും അറിയരുത്. കെവിൻ വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷെ എന്താണിപ്പോൾ അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? ഫൈസൽ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പിന്നീട് പറയാം ഫൈസലേ. ചില കാര്യങ്ങൾ വെറും സംശയങ്ങൾ മാത്രമാണ്. അത് സംശയമാണോ യാഥാർത്ഥ്യമാണെന്നറിയാൻ ഹൈദരാബാദിലേക്ക് പോയേ മതിയാവൂ. ഈ കേസാകെ കെട്ടുപിടിഞ്ഞ് കിടക്കുക. ഒരു കുരുക്കഴിച്ച ബാക്കിയെല്ലാം താനേ അഴിഞ്ഞു പോവും. കെവിൻ്റെ അർത്ഥം വെച്ചുള്ള സംസാരം ഫൈസലിന് മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായതുപോലെ അവൻ നിന്നു. സാറ് വിഷമിക്കണ്ട. സാറിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കും. അതിന് പടച്ചോൻ സാറിൻ്റെ കൂടെ ഉണ്ടാവും. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. പോയി വേഗം വാ എന്ന് പറഞ്ഞ് അവൻ കെവിനെ യാത്രയാക്കി. അവനോട് യാത്ര പറഞ്ഞ് കെവിൻ ഹൈദരാബാദിലേക്ക് ഫ്ലൈറ്റ് കയറി. കുറച്ചു നേരമായാലും മോള് ഭക്ഷണം കൈ പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തേ, കറികളൊന്നും ഇഷ്ടമായില്ലേ? ഭക്ഷണത്തിൽ വിരൽ കൊണ്ട് കളം വരിക്കുന്ന മാളൂരെ നോക്കിക്കൊണ്ട് മാധവൻ ചോദിച്ചു. ഏയ്, അതൊന്നല്ല ഡാഡി. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തിരുന്നു പോയതാ. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്നാണോ നിന്റെ ആലോചന? ഇത്രക്ക് ഓർക്കാൻ മാത്രം എന്ത് കാര്യപ്പോൾ ഉണ്ടായത്? മാധവൻ സംശയത്തോടെ അവൾ നോക്കി. ഇന്നലെ രാത്രി അർജുൻ വിളിച്ചിരുന്നു. അവരന്വേഷിച്ച ആ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ തരകനെ വിളിച്ച നമ്പർ. അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവരെ തൽക്കാലം വിട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നുറപ്പായി, അവരും ശരിയായ ട്രാക്കിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ആ നമ്പറിന്റെ പുറകെ അവർ പോയാലും കാര്യമില്ലല്ലോ. പഴുതുകൾ അടച്ചാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയത്. അങ്ങനെ ഒരു സിം കാർഡ് അവരുടെ പേരിലുണ്ടെന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ട് ആ വഴി അവർക്ക് മുന്നോട്ട് പോകാനാവില്ലല്ലോ. മാധവൻ അവളെ സമാധാനിപ്പിച്ചു. അത് അവർക്കും അറിയാൻ ഡാഡി. അതുകൊണ്ട് അവർ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത ശ്രമം ഏത് രീതിയിലാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ ഉടനെ നടപ്പിലാക്കണം. സിധുവിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കൂടി വന്നിട്ട് വേണം ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കാൻ. അത് കഴിഞ്ഞ് എനിക്ക് അർജുനെ ഒന്ന് കാണണം. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ നടക്കും. മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട. എന്തിനും ഏതിനും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. നമുക്ക് മുമ്പിൽ അധികം സമയമില്ലെന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. പുറകിൽ കെവിനും അർജുനും കൂട്ടരുണ്ട് എന്നൊന്നും മോൾ നോക്കണ്ട. മോൾക്ക് ചെയ്യാനുള്ള ധൈര്യമായിട്ട് ചെയ്യണം. അഥവാ എങ്ങാനും പിടിക്കപ്പെടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പം നോക്കാം. മാധവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിടിക്കപ്പെടില്ല ഡാഡി. എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരെ ഒരാൾക്കും എന്നെ തൊടാൻ കഴിയില്ല. ഇത് മാളുമല്ല പറയുന്നത്, ദക്ഷയാ. എൻ്റെ കണ്ണിൽ ഈ നിമിഷം മുതൽ ഞാൻ പക ആളിക്കത്തിക്കാൻ തുടങ്ങുകയാണ്. ഒരു നോട്ടം കൊണ്ടുപോലും മറ്റുള്ളവരെ ദഹിപ്പിക്കാൻ പാകത്തിന് അവയെ ഞാൻ ജ്വലിപ്പിച്ച് നിർത്തും. ആ അഗ്നിയിൽ എല്ലാവരും വെന്ത് വെണ്ണീറാവുന്നവരെ ഞാൻ അടങ്ങില്ല. മാളു സർവ്വദേശീയ മുഖത്ത് ആവായിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. മാം, എന്തിനു തന്നെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞ് പുഴക്കരയിൽ തന്നെ കാത്തിൽങ്ങ ദക്ഷയുടെ അരികിലെത്തിയതും അർജുൻ ആകാംക്ഷയോടെ ചോദിച്ചു. കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന മാളു പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടത് അവളൊന്ന് തിരിഞ്ഞു നോക്കി. സോറി മാം, വിളിച്ചപ്പോൾ തന്നെ ഇറങ്ങിയതാ. പക്ഷെ അറിയാലോ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ. ബ്ലോക്കിൽ പെട്ട് കുറച്ചധികം സമയം നിൽക്കേണ്ടി വന്നു. കാത്തിരുന്ന് മുഷിഞ്ഞോ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ ഈ പുഴയുടെ ഭംഗി ആസ്വദിച്ചങ്ങനെ നിന്ന് നേരം പോയതെന്ന് അറിഞ്ഞില്ല. അർജുനൻ നോക്ക്, ഈ പുഴയ്ക്ക് എന്ത് ഭംഗിയാണെന്ന്. എന്തൊരൊഴുക്കാണിതിന്. ഇതിനെ തടയാൻ ആർക്കും കഴിയില്ല.
കുത്തിയൊലിച്ച് പോകുന്ന ഈ വെള്ളത്തിന് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആരൊക്കെ തടഞ്ഞാലും മുമ്പിൽ എന്തൊക്കെ തടസ്സമുണ്ടായാലും അവയൊക്കെ തട്ടിമാറ്റി അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെയാണ് ചില മനുഷ്യർ. അവരുടെ ലക്ഷ്യങ്ങൾ ഈ വെള്ളത്തെ പോലെയാണ്. ആര് വിചാരിച്ചാലും അവയെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. മേഡം നല്ല മൂഡിലാണല്ലോ, നല്ല സാഹിത്യം വരുന്നു. അർജുനൻ കള്ളച്ചിരിയോടെ അവൾ നോക്കി. രാവിലെ ഇതുപോലെ ഒരു അന്തരീക്ഷത്തിൽ വന്നു വിട്ട ആരിത്തിരി സാഹിത്യമൊക്കെ പറഞ്ഞു പോകും. അവളുടെ മുഖത്തൊരു ചിരി വളർന്നു. അത് ശരിയാ, എന്ത് ഭംഗിയുള്ള സ്ഥലമാണിത്. നമ്മുടെ മനസ്സ് ശാന്തമാവുന്ന ഒരിടം. അവൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അതിരിക്കട്ടെ മാം, മാമിന് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു. അവൻ സംശയത്തോടെ അവളെ നോക്കി. ഇത്തിരി ഗൗരവമുള്ള കാര്യമാണ് അർജുൻ. അതാണ് ഇങ്ങനൊരിടത്തേക്ക് തന്നെ വരാൻ പറഞ്ഞു. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ആരും കാണാൻ പാടില്ല. എന്താണ് ഇത്രയും സീക്രട്ടായ കാര്യം? അവൻ സംശയത്തോടെ അവളെ നോക്കി. രഘുവരൻ സാറിന്റെ കൊലപാതകി ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പ്രതി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ആളെ കസ്റ്റഡിയിലെടുക്കും. നേരാണോ? ആള് നിങ്ങൾ കണ്ടെത്തിയോ? അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി. കണ്ടെത്തി, പക്ഷെ ചില തെളിവുകൾ കൂടി വേണം അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൂടി കിട്ടിയാൽ അയാൾ ഞങ്ങളെ കസ്റ്റഡിയിലെടുക്കും. ബാക്കിയൊക്കെ നമുക്ക് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ദക്ഷ പ്രതീക്ഷയോടെ പറഞ്ഞു. അത് പാടില്ല മാം, ഞാൻ അന്നേ പറഞ്ഞല്ലേ അവന് ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന്. അയാളൊന്ന് കുടഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മരണത്തിന് ചുരുളഴിക്കാനും പറ്റും. അയാൾ ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കരുത്. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ കാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് മാം വാക്കെന്നാണ്. അർജുന്റെ ഭാവം പെട്ടെന്ന് മാറി. അവന്റെ മുഖത്ത് വിരിഞ്ഞ ചിരി ഞൊടിയിടയിൽ അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെയാ ഞാനിങ്ങനെ മീറ്റിംഗ് സംഘടിപ്പിച്ച്. നിലവിൽ അയാളാണ് പ്രതിയെന്ന് ആർക്കും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം. അവിടേക്ക് ഞാൻ ഇയാളെയും കൊണ്ടുവരാം. ഈ വിവരം മറ്റാരും അറിയണ്ട, തൻ്റെ കൂട്ടുകാർ പോലും. അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ രാത്രി അർജുനെ വിളിക്കാം. എവിടേക്ക് വരണം, എങ്ങനെ വരണമെന്നൊക്കെ അപ്പം അറിയിക്കാം. അത് കേട്ടത് അവൻ്റെ മനസ്സൊന്ന് തണുത്തു. മാഞ്ഞുപോയ ചിരി മുഖത്ത് വീണ്ടും പ്രകടമായി. ഒരുപാട് നന്ദിയുണ്ട് മാഡം, ഞങ്ങളുടെ കൂടെ നിന്നതിന്. ഇതിന് എന്ത് പ്രതിഫലം നൽകിയാലും മതിയാവില്ല. അവൻ നന്ദിയോടെ അവളെ നോക്കി. താങ്കളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എൻ്റെ എത്തിക്സ് പോലും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഇതിനൊരു നന്ദി പറച്ചിലിൻ്റെ ആവശ്യമില്ല. ഈ ഒരു കാര്യം നടന്നാൽ പിന്നെ ഒരു തരത്തിലുള്ള ആവശ്യം പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ബന്ധവും പറഞ്ഞ് അടുപ്പത്തിന് വരരുത്. മാളൊരു താക്കീതോടെ പറഞ്ഞു. ഒരിക്കലില്ല മാഡം, ഞങ്ങൾ സഹായിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് മാമിന് അനുഭവിക്കേണ്ടി വരില്ല. ഇങ്ങനൊരു കാര്യം ആരുടെയും സംസാരത്തിൽ പോലും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. അർജുൻ അവൾക്ക് ഉറപ്പ് നൽകി. എങ്കിൽ അർജുൻ ഇപ്പോൾ പോയിക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ വഴി അറിയിക്കാം. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവൻ പോകുന്നത് നോക്കി ദേഷ്യം കടിച്ചു പിടിച്ച് മാളു അവിടെ തന്നെ നിന്നു. എയർപോർട്ടിൽ വന്നിറങ്ങിയതും കെവിനൊരു ടാക്സി വിളിച്ച് നേരെ മാധവൻ ആദ്യം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോയി. മുമ്പൊരിക്കൽ അവിടെ വന്നുകൊണ്ട് തന്നെ കെവിന് വീടും പരിസരവും ആദ്യം അറിയാമായിരുന്നു. അവൻ നേരെ പോയത് മാധവനെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലേക്കാണ്. ടാക്സിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ആ വീട്ടിലേക്ക് നീങ്ങി. കോളിംഗ് ബെല്ല് അമർത്തി ഏറെ കാത്തിരുന്നിട്ടാണ് കതക് തുറന്ന് അവിടെ ആരുമില്ലെന്നേര് തിരികെ പോവാൻ നിൽക്കുകയായിരുന്നു അവൻ. കഴിഞ്ഞ തവണ വന്നപ്പോൾ താൻ ഈ വീട്ടിൽ ആരെയും കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ നാട്ടിലേക്ക് പോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കതക് തുറന്നു അവൻ പ്രതീക്ഷയോട് അകത്തേക്ക് നോക്കി. ഒരു മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് വാതിൽ തുറന്ന്. വന്ന അതിഥിയെ മനസ്സിലാവാതെ അവർ സൂക്ഷിച്ച് നോക്കി. നമസ്കാരം, എൻ്റെ പേര് കെവിൻ. ഞാൻ കേരളത്തിൽ നിന്ന് വരികയാണ്. മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന മാധവനില്ലേ, അയാളുടെ നാട്ടുകാരൻ. കെവിൻ സ്വയം പരിചയപ്പെടുത്തിയതും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മാധവൻ സാറിൻ്റെ നാട്ടുകാരനാണോ? അവർ സന്തോഷത്തോടെ ചോദിച്ചു. കെവിൻ പുഞ്ചിരിയോടെ തലയാട്ടി. മോൻ കയറിയിരിക്കെ. അവർ സന്തോഷത്തോടെ അവനകത്തേക്ക് ക്ഷണിച്ചു. ഇവിടെ ഞാനും കുട്ടികളുടെ അച്ഛനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മക്കൾ രണ്ടും അങ്ങ് വിദേശത്ത്. അദ്ദേഹത്തിന് ഇവിടെ ചെറിയൊരു ബിസിനസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വിടാത്തത്. മാധവനടക്കം അന്ന് ഇവിടെ താമസിച്ച എല്ലാവരും ഇവിടെ നിന്നും പോയി. ഇതൊക്കെ ആരെയും ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോവാൻ. അവരൊന്ന് ഇടിവിർപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ആട്ടെ, മോനിപ്പോൾ എന്തിനാ വന്ന്? മാധവൻ പറഞ്ഞു വിട്ടതാണോ? അവർ ആകാംക്ഷയോടെ അവനെ നോക്കി. ഞാൻ ദക്ഷാ മാമിൻ്റെ ജീവിതം കഥയായിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിലാണ്. അപ്പോഴാണ് മാമിൻ്റെ ലൈഫിൽ സംഭവിച്ച ദുരന്തവും ശേഷം കേരളം വിട്ട് മാധവൻ സാർ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അറിഞ്ഞ്. കൂടുതൽ അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്ന്. അവൻ പ്രതീക്ഷയോടെ അവരെ നോക്കി. അത് കേട്ടത് അവരുടെ മുഖം വാടി. കുറച്ച് സമയം അവർ ഒന്നും മിണ്ടാൻ നിന്നു. പാവം കുട്ടി ഒരുപാട് നരകം അനുഭവിച്ചു വന്ന്. രക്ഷപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നനങ്ങാൻ പോലും കഴിയാതെ ശരീരം പൊട്ടിക്കിടന്ന കിടപ്പിലായിരുന്നില്ലേ? പെട്ടെന്ന് നോക്കിയാൽ ജീവനുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കും. രക്ഷപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും അതിൽ നിന്നൊക്കെ ആ മോള് രക്ഷപ്പെട്ടിപ്പം നല്ല നിലയിലെത്തിയല്ലോ. ടി വിയിൽ കാണാറുണ്ട് ഞങ്ങൾ അവളെ. ഇപ്പോഴും ഒരത്ഭുത ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. അവർ സന്തോഷത്തോടെ പറഞ്ഞു. ദൈവകടാക്ഷം, അല്ല എന്തു പറയാനാ? കെവിൻ അവരെ നോക്കി പറഞ്ഞു. അതെ,
അത്രയ്ക്കും അവൾക്ക് വേണ്ടി മാധവനും ആ മോനും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്ര കാര്യമായിട്ട് അവരവളെ നോക്കിയിരുന്നു. ഒരു മടുപ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചത് ആ സമയത്താണ്. ചടങ്ങുകളും മറ്റും കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരാൻ 2 മാസം എടുത്തു. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു. ഒന്നനങ്ങാൻ പോലും കഴിയാത്ത ആ മോള് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ഈശ്വരൻ്റെ മായാജാലം. അവർ പറയുന്നതൊന്നും വിശ്വസിക്കാനാവാതെ കെവിൻ അവരെ തന്നെ നോക്കിയിരുന്നു. പക്ഷേ കെവിൻ എന്തോ പറയാനാകുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.